ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വളരെ വിശേഷപ്പെട്ട ദിനമാണ്. ത്രയോദശി തിഥിയാണ്. ത്രയോദശി തിഥിയിൽ നമ്മൾ പ്രദോഷമായിട്ടാണ് ആചരിക്കുന്നത്. ഇത്തവണ വ്യാഴാഴ്ച വന്നിരിക്കുന്നതിനാൽ, അതായത് ത്രയോദശി തിഥി വ്യാഴാഴ്ച വന്നതിനാൽ ഈ പ്രദോഷത്തെ ഗുരുപ്രദോഷമെന്ന് പറയുന്നു. ത്രയോദശി തിഥി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ മാസം 9-ാം തീയതി രാത്രി 10:55 മുതൽ 2025 ഏപ്രിൽ മാസം 11-ാം തീയതി പുലർച്ചെ 1 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം ഏപ്രിൽ മാസം 10-ാം തീയതി നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നു. കാരണം പ്രദോഷത്തിന് ഏറ്റവും പ്രാധാന്യം പ്രദോഷ സന്ധ്യാകാലത്തിലാണ്. ആ സന്ധ്യാസമയത്തെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫലസിദ്ധിയാണ് കിട്ടുന്നത്. പ്രദോഷ പൂജാ മുഹൂർത്തം അന്നേ ദിവസം, അതായത് 10-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം 6:32 മുതൽ 8:52 വരെയുള്ള സമയമാണ്. 2 മണിക്കൂർ 21 മിനിറ്റ്. ഈ സമയത്ത് നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അപാരമായ സ്നേഹം നിങ്ങളിലുണ്ടാവും എന്ന് മാത്രമല്ല, അപാരമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ആരുടെയും കൂടെ? ഭഗവാൻ നാരായണൻ്റെയും കൂടെ. 2 പേരുടെയും അനുഗ്രഹം ഒരേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ദിവസമാണ് ഗുരുപ്രദോഷ ദിവസമായ വ്യാഴാഴ്ച. നിങ്ങൾക്ക് ശിവപുരാണത്തിലെ വളരെ മനോഹരമായ ഒരു കഥ ഞാനിന്ന് പറഞ്ഞു തരാം. മഹാശക്തന്മാരായ പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ ഒരിക്കൽ ചൂതുകളിയിൽ ഏർപ്പെട്ടു. ദുര്യോധനൻ കള്ളക്കളി കളിച്ച് പാണ്ഡവരെ ചൂതിൽ തോൽപ്പിച്ചു. അങ്ങനെ രാജ്യം നഷ്ടപ്പെട്ട പാണ്ഡവന്മാർ പാഞ്ചാലിയോടൊപ്പം ദ്വൈതവനത്തിൽ പോയി. പാണ്ഡവർ അവിടെ ചെന്ന് സൂര്യഭഗവാൻ നൽകിയ അക്ഷയപാത്രത്തിൻ്റെ ആശ്രയത്തിൽ സുഖമായി താമസിച്ചു പോന്നു. അക്കാലത്ത് ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെ വരുത്തി പാണ്ഡവരുടെ അടുത്തേക്ക് പോകുവാൻ പ്രേരിപ്പിച്ചു. അതൊരു ചതിപ്രയോഗമായിരുന്നു. ദുർവാസാവ് മഹർഷി തൻ്റെ 16,000 ശിഷ്യന്മാരോടൊപ്പം സന്തോഷത്തോടുകൂടി വനത്തിൽ വന്നു ചേർന്നു. പാണ്ഡവരെ കണ്ട് ഇഷ്ടമുള്ള ആഹാരം ആവശ്യപ്പെട്ടു. അത് കേട്ടപ്പോൾ പാണ്ഡവർ അദ്ദേഹത്തിനോട് കുളിച്ചു വരാനായി നിർദ്ദേശിച്ചു. എന്നാൽ അവിടെ ആഹാര വസ്തുക്കളൊന്നും ഇല്ലാതിരുന്നതിനാൽ പാണ്ഡവർ വളരെയധികം ദുഃഖിച്ചു. പാണ്ഡവർ വിചാരിച്ചിരുന്നത് ആഹാരം ഉണ്ടാകുമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ദ്രൗപദി ആഹാരം കഴിച്ചിരുന്നു. ദ്രൗപദി ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അക്ഷയപാത്രത്തിൽ നിന്നും ആഹാരം ഉണ്ടാവുകയില്ല. അതാണ് വിധി. അതറിഞ്ഞ് പാണ്ഡവർ വളരെയധികം ദുഃഖിച്ചു. ഇനി എന്തു ചെയ്യും? ദുർവാസാവ് മഹർഷി പെട്ടെന്ന് തന്നെ കോപിക്കും. ഇത് വലിയ ആപത്തുണ്ടാക്കും എന്ന് കരുതി പാഞ്ചാലി മനസ്സുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ ധ്യാനിക്കുന്നു. പാഞ്ചാലി ധ്യാനിച്ചതാണ് ഭഗവാന് വരാതിരിക്കാൻ കഴിയുമോ? അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുന്നു. എന്നിട്ട് ദ്രൗപദിയോട് ആഹാരം ചോദിക്കുന്നു. ദ്രൗപദി പറയുന്നു, ഞാൻ കഴിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും അവശേഷിക്കുന്നില്ല, പാത്രത്തിൽ നിന്നും ഇനി ആഹാരം ഉണ്ടാവുകയുമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ പാത്രം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രത്തിൽ ഒരു തുണ്ട് ചീരയില ഒട്ടിയിരിക്കുന്നതായി കാണാൻ സാധിച്ചു. ആ ചീരയില ഭക്ഷിച്ച് ഭഗവാൻ തൃപ്തിയടഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, വയറു നിറഞ്ഞിരിക്കുന്നു ദ്രൗപദി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ദുർവാസാവും കൂട്ടരും വരുന്നത്. പെട്ടെന്ന് തന്നെ ദുർവാസാവിനും കൂട്ടർക്കും നന്നായി വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഭഗവാന് നിറഞ്ഞില്ലേ, പിന്നെ മറ്റുള്ളവർക്ക് നിറയാതിരിക്കുമോ?
അങ്ങനെ വയറു നിറഞ്ഞതുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കുവാൻ സാധിച്ചില്ല. വയറ് വല്ലാതെ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുനിമാരെല്ലാവരും അവിടെ നിന്നും മടങ്ങി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപയാൽ ആ സമയത്തും പാണ്ഡവർ രക്ഷപ്പെട്ടു. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ശിവനെ ആരാധിക്കുന്നതിന് അനുമതി നൽകുകയാണ്. തുടർന്ന് വ്യാസനും അവിടെ വന്ന് ശിവനെ ആരാധിക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാൻ മഹേശ്വരൻ സകല ദുഃഖങ്ങളും നശിപ്പിക്കുന്നവനാണ്. ആ ഭഗവാനിൽ ഭക്തിയുണ്ടായാൽ അല്പകാലത്തിനകം അദ്ദേഹം പ്രസന്നനാകും. അതിനാൽ സകല ആളുകളും ശങ്കരനെ ആരാധിക്കേണ്ടതാണ്. ഭഗവാൻ മഹേശ്വരൻ ഈ ലോകത്തിൽ സൗഖ്യവും പരലോകത്തിൽ മോക്ഷവും നൽകുന്നവനാണ്. ഭക്തിയും മുക്തിയും ആഗ്രഹിക്കുന്നവർ നിശ്ചയമായും മഹാദേവനെ സേവിക്കേണ്ടതാണ്. ഭഗവാൻ ശങ്കരൻ സാക്ഷാൽ പരമപുരുഷനും ദുഷ്ടന്മാരെ സംഹരിക്കുന്നവനും സജ്ജനങ്ങൾക്ക് ആശ്രയരൂപിയുമാണ്. ഇനി അർജുനൻ ആദ്യമായി ശക്രവിദ്യ ദൃഢനിശ്ചയത്തോടെ ജപിക്കുക. അപ്പോൾ ഇന്ദ്രനാദ്യം അർജുനനെ പരീക്ഷിക്കാനെത്തും. പിന്നീട് സന്തുഷ്ടനായാൽ എന്നെന്നും വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവനാകും. പിന്നീട് ശിവന്റെ ശ്രേഷ്ഠമന്ത്രം പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ വ്യാസഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ഇത്രയും പറഞ്ഞ ശേഷം വ്യാസൻ അർജുനനെ വിളിച്ച് ശക്രവിദ്യ ഉപദേശിക്കുവാൻ തയ്യാറായി. ബുദ്ധിശാലിയായ അർജുനൻ അപ്പോൾ കുളിച്ചു വന്ന് കിഴക്കു നോക്കിയിരുന്ന് ആ വിദ്യ സ്വീകരിച്ചു. പിന്നീട് വ്യാസൻ പാർത്ഥിവലിംഗ പൂജയ്ക്കുള്ള വിധികൾ പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അർജുനനോട് ഇങ്ങനെ പറഞ്ഞു: പാർത്ഥ, നീ ഇനി പരമരമണീയമായ ഇന്ദ്രകീല പർവ്വതത്തിൽ പോവുക. അവിടെ ഗംഗാനദിയുടെ തീരത്തിരുന്ന് തപസ്സനുഷ്ഠിക്കുക. ഈ വിദ്യ അദൃശ്യരൂപത്തിൽ എപ്പോഴും നിനക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. വ്യാസൻ ഇങ്ങനെ പറഞ്ഞ് അർജുനനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് പാണ്ഡവരോടായി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ രാജശ്രേഷ്ഠ, നിങ്ങളെല്ലാവരും ധർമ്മമാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അതുമൂലം നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും സിദ്ധിക്കുന്നതാണ്. ഇങ്ങനെ വ്യാസൻ പാണ്ഡവരെ ഉപദേശിച്ച് അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. അർജുനൻ ശിവമന്ത്രം ധരിച്ചതിനാൽ മഹത്തായ ഒരു തേജസ് അർജുനനെ വലയം ചെയ്തു. അതിതേജസ്വിയായ അർജുനനെ കണ്ട് മറ്റു സഹോദരന്മാർ സന്തോഷിച്ചു. അവർക്ക് ഒരു കാര്യം ബോധ്യമായി: അർജുനനെ കൊണ്ട് മാത്രമേ വ്യാസൻ പറഞ്ഞ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവർ തങ്ങളുടെ ജീവിതം സഫലമാക്കാൻ അർജുനനെ ഉപദേശിച്ചു. അർജുനൻ 4 സഹോദരന്മാരുടെയും ദ്രൗപദിയുടെയും അനുമതിയോടെ സന്തുഷ്ടനായി ഉത്തമമായ ഇന്ദ്രകീല പർവ്വതത്തിലേക്ക് പോവുകയാണ്. അർജുനന്റെ വേർപാട് സഹോദരന്മാർക്ക് താങ്ങാൻ സാധിക്കുമായിരുന്നില്ല. എങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവർ സമ്മതം നൽകി. ഇന്ദ്രകീല പർവ്വതത്തിലെത്തിയ അർജുനൻ ഗംഗാതീരത്തുള്ള മനോഹരമായ ഒരു സ്ഥാനത്ത് താമസം ഉറപ്പിച്ചു. ആ സ്ഥലം സ്വർഗത്തേക്കാൾ സുന്ദരവും അശോകവനത്തേക്കാൾ ഉത്തമവും ആയിരുന്നു. അവിടെ ഗംഗാദേവി ശാന്തയായി മനോഹരിയായി ഒഴുകിക്കൊണ്ടിരുന്നു. അർജുനൻ ഗംഗയിൽ സ്നാനം ചെയ്ത് ഗുരുവിനെ പ്രണമിച്ച ശേഷം ഗുരുവിൻ്റെ ഉപദേശപ്രകാരം തപസ്സിന് അനുയോജ്യമായ വേഷം ധരിച്ചു. പിന്നീട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു. അതിനുശേഷം മണ്ണുകൊണ്ടൊരു ശിവലിംഗം മെനഞ്ഞെടുത്തു.
അതിനു മുമ്പിൽ ഇരുന്നു കൊണ്ട് സർവേശ്വരനായ മഹേശ്വരനെ ധ്യാനിച്ചു തുടങ്ങി. ദിവസവും 3 നേരം കുളിച്ച് വിവിധ തരത്തിൽ അദ്ദേഹം ഭഗവാനെ പൂജിച്ചു വന്നു. ഉത്തമമായ വ്രതം അനുഷ്ഠിച്ചു വന്ന അർജുനന്റെ ശിരോഭാഗത്തു നിന്നും അത്യുഗ്രമായ തേജസ് ജ്വാലയായി പുറപ്പെട്ടു തുടങ്ങി. അത് കാണാനിടയായ ഇന്ദ്രന്റെ ദൂതൻ പരിഭ്രമിച്ചു. അയാൾ ഉടൻ തന്നെ ദേവലോകത്തെത്തിച്ചേർന്ന് ഇന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ ദേവരാജ, വനത്തിൽ ഒരാളിരുന്ന് തപസ്സനുഷ്ഠിക്കുന്നു. അവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ്റെ തേജസ്സിനാൽ ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നു. അവൻ ഇങ്ങനെ പോയാൽ ദേവലോകം തന്നെ കീഴടക്കി എന്ന് വരും. അതിനാൽ അങ്ങ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഉടൻ തന്നെ ചെയ്യുക. ദൂതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇന്ദ്രന് കാര്യം മനസ്സിലായി. അത് തൻ്റെ പുത്രനായ അർജുനൻ ആണെന്നും ആ തപസ്സിൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിഞ്ഞ ഇന്ദ്രൻ പർവ്വത രക്ഷകന്മാരുടെ അനുമതിയോടുകൂടി അർജുനൻ തപസ്സു ചെയ്യുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അവിടെ അദ്ദേഹം ബ്രഹ്മചാരിയായ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം ധരിച്ചെത്തുന്നു. അകലെ നിന്നു തന്നെ അർജുനൻ ആ ബ്രാഹ്മണനെ കണ്ട് സ്തുതിക്കുവാൻ തുടങ്ങി. അപ്പോഴേക്കും തൻ്റെ അടുത്തെത്തിയ ആ വൃദ്ധ ബ്രാഹ്മണനെ കണ്ട് പൂജിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു: അല്ലയോ ബ്രാഹ്മണ, അങ്ങ് ആരാണ്? എവിടെ നിന്നും വരുന്നു? അതു കേട്ട് ബ്രാഹ്മണ വേഷധാരിയായ ഇന്ദ്രൻ അർജുനനെ തപസ്സിൽ നിന്നും ഇളക്കുന്നതിനുള്ള മറുപടിയാണ് നൽകിയത്. എന്നാൽ അർജുനനാകട്ടെ തൻ്റെ ഉദ്യമത്തിൽ നിന്നും പിന്തിരിയാൻ തയ്യാറായില്ല. ഇന്ദ്രന് അത് കഴിഞ്ഞതുമില്ല. അത് മനസ്സിലാക്കിയ ഇന്ദ്രൻ അർജുനന് തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു. പിന്നീട് ശങ്കരമന്ത്രവും ഉപദേശിച്ചു. ആ മന്ത്രം ജപിക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകിയതിനു ശേഷം തൻ്റെ പരിചാരകരോട് അർജുനന് കാവലായി നിൽക്കാനും അർജുനന് ഒരാപത്തും വരാതെ നോക്കിക്കൊള്ളുവാനും അവരെ ചുമതലപ്പെടുത്തുന്നു. എന്നിട്ട് അർജുനനോട് ഇങ്ങനെ പറഞ്ഞു: പുത്ര, നീ ഒരിക്കലും അധർമ്മത്തിലൂടെ രാജ്യം ഭരിക്കരുത്. ഈ ശിവമന്ത്രം നിനക്ക് വളരെ ശ്രേയസ് നൽകുന്നതാണ്. സാധകൻ എപ്പോഴും ധൈര്യവാനായിരിക്കണം. രക്ഷകൻ സാക്ഷാൽ മഹേശ്വരനാണ്. അദ്ദേഹം നിനക്ക് മോക്ഷം നൽകും. ഇത് സത്യമാണ്, സംശയം വേണ്ട. ഇങ്ങനെ അർജുനനെ അനുഗ്രഹിച്ച ശേഷം ഇന്ദ്രൻ ശിവന്റെ ചരണാരവിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് ദേവലോകത്തിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ അർജുനൻ ഇന്ദ്രനെ നമസ്കരിച്ചതിനു ശേഷം മനസ്സിനെ നിയന്ത്രിച്ച് ഇന്ദ്രന്റെ ഉപദേശപ്രകാരം ശിവനെ ധ്യാനിച്ചുകൊണ്ട് തപസ്സു തുടർന്നു. അർജുനൻ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സൂര്യനെ നോക്കി ഏകാഗ്ര ദൃഷ്ടിയോടെ മന്ത്രം ജപിച്ചുകൊണ്ട് കഠിന തപസ് അനുഷ്ഠിച്ചു വന്നു. ആ തപസ്സിൽ ഉത്കൃഷ്ട തേജസ് പ്രകടമായി. അതുകണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. അവർ കൈലാസത്തിലെത്തി മഹാദേവനെ കണ്ട് നമസ്കരിച്ച ശേഷം ഇങ്ങനെ അറിയിച്ചു: ഭക്തവത്സല, സർവേശ്വര, അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരാൾ ഗംഗാ സമതലത്തിലിരുന്ന് തപസ്സനുഷ്ഠിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്താണ് അങ്ങ് ആ ഭക്തനെ അനുഗ്രഹിക്കാത്തത്? ഇങ്ങനെ പറഞ്ഞു ദേവന്മാർ ഭഗവാൻ മഹേശ്വരനെ സ്തുതിക്കുകയും ആ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നമ്ര ശിരസ്കരായി നിലകൊള്ളുകയും ചെയ്തു. അതുകണ്ട് ഭക്തവത്സലനായ മഹേശ്വരൻ എഴുന്നേറ്റ് മന്ദസ്മിതം തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ദേവന്മാരെ, നിങ്ങൾ സമാധാനമായി മടങ്ങിക്കൊള്ളുക. നാം എല്ലാം അറിയുന്നു. കാര്യങ്ങൾ വേണ്ടതുപോലെ നാം ചെയ്തു കൊള്ളാം. ഭഗവാന്റെ അരുളപ്പാട് കേട്ട് ദേവന്മാർ സന്തോഷിച്ചു. അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയി. ആ സമയത്ത് ദുര്യോധനന്റെ നിയോഗത്താൽ മൂകൻ എന്ന അസുരൻ അർജുനന്റെ തപസ് ഇളക്കുന്നതിനായി അവിടെ എത്തിച്ചേരുന്നു. അയാൾ
പന്നിയുടെ വേഷം ധരിച്ച് അതിവേഗത്തിൽ പർവ്വത ശിഖരങ്ങളെ കുത്തി ഇളക്കി മറിച്ചും വൃക്ഷങ്ങളെ തല്ലിത്തകർത്തും പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടും അവിടെ വന്നു ചേർന്നു. അത് കണ്ട അർജുനൻ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ ആരാണ്? എവിടെ നിന്നാണ് ഇവൻ വരുന്നത്? എന്താണ് ഇവൻ്റെ ഉദ്ദേശം? ആരുടെ നിയോഗമനുസരിച്ചായിരിക്കും ഇവൻ ഇവിടെ വന്നിരിക്കുന്നത്? ഇവൻ വളരെ ആക്രമണകാരിയായി കാണുന്നു. അതിനാൽ തീർച്ചയായും ഇവൻ എന്നെ പരാജയപ്പെടുത്തുന്നതിന് വന്നതായിരിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നു. അതിനാൽ ഇവൻ എൻ്റെ ശത്രു തന്നെയാണ്, അതിൽ സംശയമില്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അർജുനൻ വില്ലുപൂട്ടി ബാണം തൊടുത്ത് അവിടെ തന്നെ ജാഗ്രതയോടെ നിലകൊണ്ടു. ആ സമയത്ത് ഭഗവാൻ മഹേശ്വരൻ തൻ്റെ ഭക്തൻ്റെ രക്ഷയോർത്തും അയാളുടെ ഭക്തിയെ പരീക്ഷിക്കുന്നതിനും ഒപ്പം അസുരനെ നശിപ്പിക്കുന്നതിനും വേണ്ടി അവിടെ എത്തിച്ചേരുന്നു. അദ്ദേഹത്തിനോടൊപ്പം സകല ഭൂതഗണങ്ങളും ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല അഭ്യാസികളായ വേടന്മാരുടെ വേഷം ധരിച്ചാണ് അവിടെ എത്തിച്ചേർന്നത്. വേടരാജാവായി രൂപം ധരിച്ച ശിവനോടൊപ്പം ഭൂതഗണങ്ങളും ആയുധമേന്തി വേടന്മാരുടെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്നിരുന്നു. പടത്തലവൻ എന്ന നിലയിൽ ശിവൻ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ എത്തിച്ചേർന്നത്. അപ്പോഴേക്കും പന്നി മുക്കറയിട്ടുകൊണ്ട് അവിടെ പാഞ്ഞെത്തി. അവൻ്റെ ഭയാനകമായ ശബ്ദം 10 ദിക്കുകളിലും വ്യാപിച്ചിരുന്നു. അപ്പോൾ ആ ശബ്ദത്തിൽ പർവ്വതം മുതലായ സകല വസ്തുക്കളും വിറപൂണ്ടു. ആ വന്യജീവിയുടെ ശബ്ദം കേട്ട് പരിഭ്രാന്തനായ അർജുനൻ ഇങ്ങനെ ചിന്തിച്ചു, ഇവൻ ഭഗവാൻ ശിവനായിരിക്കുമോ? ഒരു പക്ഷേ നന്മ ചെയ്യുന്നതിനായി വന്നിരിക്കുന്നതായിരിക്കുമോ? എന്തെന്നാൽ ശിവൻ മംഗളം ചെയ്യുന്നവനാണെന്ന് കൃഷ്ണനും വ്യാസനും എല്ലാം തന്നെ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഭഗവാൻ ശങ്കരനെ ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി പൂജിക്കുന്നവർക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവുകയില്ല. ഇനി ദുഃഖമുണ്ടായാൽ തന്നെ അത് കർമ്മം മൂലമാണു താനും. അങ്ങനെയുണ്ടാകുന്ന ദുഃഖം ഭഗവാൻ ശംഭുവിൻ്റെ നിശ്ചയമനുസരിച്ച് കുറച്ചോ കൂടുതലോ നൽകിയതിനു ശേഷം പൂർണ്ണമായി അതകറ്റി വരം നൽകുന്നതാണ്. ശങ്കരൻ തൻ്റെ ഭക്തന്മാർക്ക് അവർ പാപികളായാലും പുണ്യാത്മാക്കളായാലും എപ്പോഴും ദുഃഖം നൽകുന്നു. ചിലപ്പോൾ ഭക്തരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം അവരെ കഷ്ടത്തിലാക്കാറുണ്ട്. എന്നാൽ ദയ തോന്നിയാൽ അവരെ അനുഗ്രഹിച്ച് വരം നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ പന്നി അവിടെ വന്നു ചേരുകയാണ്. അവൻ്റെ പിന്നാലെ ശിവനും വന്നു. ശിവന്റെയും അർജുനന്റെയും മധ്യത്തിൽ പന്നി വേഷം പൂണ്ടു നിന്ന മൂകനെന്ന അസുരൻ ഒരു കൊടുമുടി പോലെ കാണപ്പെട്ടു. ഭഗവാൻ ചന്ദ്രചൂഡൻ തൻ്റെ ഭക്തൻ അർജുനന്റെ രക്ഷയ്ക്കായി അതിവേഗത്തിൽ മുന്നേറിക്കൊണ്ട് തൻ്റെ ബാണങ്ങൾ തൊടുത്തുവിട്ടു. പിന്നിൽ നിന്ന് ശിവനും മുന്നിൽ നിന്ന് അർജുനനും തുരുതുരെ ബാണങ്ങൾ എയ്തുവിട്ടു. അവ ആ പന്നിയുടെ ശരീരത്തിൽ തുളച്ചു കയറി മറുഭാഗത്തേക്ക് വന്നു. അങ്ങനെ ശക്തമായ പോരാട്ടത്തിൽ ആ പന്നി മരിച്ചു വീഴുകയാണ്. അത് കണ്ടുനിന്ന ദേവന്മാർ സന്തുഷ്ടരായി ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാൻ ശിവനും അർജുനനും അസുരന്റെ ആ ഭീകര രൂപത്തിൽ ദൃഷ്ടി പതിപ്പിച്ചു. അവനെ കണ്ട് ശിവന്റെ മനസ്സ് സന്തുഷ്ടമായി. അർജുനൻ ഇങ്ങനെ വിചാരിച്ചു, ഈ അസുരൻ ഈ രൂപം ധരിച്ച് ഇവിടെ വന്നത് എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. എന്നാൽ ഭഗവാൻ ശങ്കരനാണ് എന്നെ രക്ഷിച്ചത്. ആ പരമേശ്വരൻ തന്നെയാണ് ഇവനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർജുനൻ മഹാദേവനെ സ്തുതിച്ചുകൊണ്ട് കീർത്തനം
പാടി. തുടർന്ന് അർജുനൻ പല പ്രാവശ്യം ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അസുരനെ വധിച്ച ശേഷം ശിവൻ ആ ബാണം എടുക്കുന്നതിലേക്കായി തൻ്റെ അനുചരനെ നിയോഗിച്ചു. അപ്പോൾ അർജുനനും തൻ്റെ ബാണം എടുക്കുന്നതിലേക്കായി അവിടെ എത്തിച്ചേർന്നു. ഒരേ സമയത്ത് ശിവന്റെ അനുചരനും അർജുനനും അസ്ത്രം എടുക്കുന്നതിനായി അവിടെ എത്തിയപ്പോൾ അർജുനൻ അവനെ പേടിപ്പിച്ചിട്ട് സ്വന്തം അസ്ത്രം എടുക്കുകയാണ്. അപ്പോൾ ആ അനുചരൻ ഇങ്ങനെ പറഞ്ഞു, അല്ലയോ മുനിശ്രേഷ്ഠ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ഞങ്ങളുടെ അസ്ത്രമാണ്, അതിനാൽ അത് അവിടെ തന്നെ ഇടുക. ഉടനെ അർജുനൻ ശിവനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ കാട്ടാള, നിന്റെ അഹങ്കാരം നിർത്തുക. കാര്യമറിയാതെ അതും ഇതും പുലമ്പുന്നുവോ? ഈ ബാണം ഞാൻ അയച്ചതാണ്, പിന്നെങ്ങനെ ഇത് നിന്റേതാകും? വേണമെങ്കിൽ ആ ബാണത്തിൻ്റെ മുനയിലും തൂവലിലും നോക്കുക, അതിൽ എൻ്റെ പേരുണ്ട്, പിന്നെങ്ങനെ അത് നിന്റേതാകും? ഇതു കേട്ടപ്പോൾ കിരാതരൂപത്തിൽ അവിടെ എത്തിച്ചേർന്ന മഹാഗണപതിക്ക് ചിരി വന്നു. അപ്പോൾ അവിടെ നിന്ന വേടരൂപികളായ ഗണങ്ങൾ അർജുനനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, എടാ താപസ, നിന്റെ വേഷം കണ്ട് നീയൊരു താപസനാണെന്ന് തോന്നുന്നു എങ്കിലും നിന്റെ പ്രവൃത്തി നേരെ തിരിച്ചാണ്. എന്തെന്നാൽ യഥാർത്ഥ താപസന്മാർ ചതിയും വഞ്ചനയും കാട്ടാറില്ല, അവർ കള്ളം പറയില്ല. പക്ഷെ നീയോ കള്ളം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തനിച്ചേ ഉള്ളൂ എന്ന് നീ കരുതുന്നുണ്ടോ? ഞങ്ങളുടെ എല്ലാം സേനാനായകനായ സ്വാമി അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എല്ലാവർക്കും അനുഗ്രഹം നൽകുന്നവനാണ്. ഈ ബാണം അദ്ദേഹത്തിൻ്റെതാണ്. നിന്റെ അടുത്ത് ഇത്തരത്തിലുള്ള ബാണം ഉണ്ടാകാൻ യാതൊരു വഴിയുമില്ല. എടാ താപസ, നിന്റെ തപസ്സിൻ്റെ ഫലം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ ബാണം ഉപേക്ഷിക്കുക. ഇങ്ങനെ അവർ പറയുകയാണ്. ഇങ്ങനെയുള്ള അപഹാസ്യമായ വാക്കുകേട്ട് അർജുനന് ദേഷ്യം വന്നു. അർജുനനും വേടനും തമ്മിൽ വലിയ ഒരു വാദം തന്നെ അവിടെ നടന്നു. എടാ മൂഢ, നിന്നോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നിന്റെ സ്വാമി എവിടെ? വിളിക്കയാളെ, ഞാൻ അയാളോട് യുദ്ധം ചെയ്തു കൊള്ളാം. ഇങ്ങനെ അർജുനൻ ധിഖാരപൂർവം പറയുകയാണ്. അർജുനന്റെ ഇത്തരത്തിലുള്ള വാക്കു കേട്ടപ്പോൾ വേടരൂപിയായ ആ ശിവഗണം കിരാതൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തിച്ചേരുന്നു. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും മഹേശ്വരനെ ബോധ്യപ്പെടുത്തുന്നു. മഹേശ്വരൻ വേടന്റെ രൂപത്തിലാണ്, കിരാതന്റെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് അർജുനന് മനസ്സിലാകാത്തത്. അപ്പോൾ മഹാദേവൻ തൻ്റെ സൈന്യങ്ങളോടൊപ്പം ആ വേടരൂപത്തിൽ തന്നെ അർജുനന്റെ മുമ്പിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ വാക്കുതർക്കമായി, യുദ്ധമായി, ഭയങ്കരമായ യുദ്ധം അവിടെ നടക്കുന്നു. ഒടുവിൽ അർജുനൻ മഹാദേവന്റെ പാതാരവിന്ദങ്ങളെ ധ്യാനിക്കുന്നു. അതോടുകൂടി അർജുനന്റെ ശക്തി പൂർവാധികം വർദ്ധിക്കുകയാണ്. ഉടനെ അർജുനൻ കിരാതരൂപിയായ ഭഗവാന്റെ 2 കാലുകളിലും പിടിച്ച് വട്ടം കറക്കുന്നു. അപ്പോൾ ഭഗവാൻ മഹാദേവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ആരും ജയിക്കുകയില്ല, തോൽക്കുകയില്ല എന്ന അവസ്ഥ വരികയും അർജുനൻ വല്ലാതെ തളരുകയും ചെയ്തു. ആ സമയത്ത് ഭഗവാൻ മഹേശ്വരൻ തൻ്റെ അത്ഭുതകരമായ രൂപം അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ അർജുനന് ലജ്ജയും പശ്ചാത്താപവും തോന്നി. ഭഗവാനെ, ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന സാക്ഷാൽ ഭഗവാൻ മഹേശ്വരൻ ഇതു തന്നെയല്ലേ? ഞാൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിനോട് കാട്ടിക്കൂട്ടിയത്? അദ്ദേഹത്തിൻ്റെ മായയാൽ ഞാൻ മോഹിക്കപ്പെട്ടിരുന്നു. വലിയ മായാവികളെ പോലും വിഭ്രമിപ്പിക്കുന്നവനാണല്ലോ ഈ സത്യരൂപൻ.
അദ്ദേഹം സ്വന്തം രൂപം എന്നിൽ നിന്നും മറച്ചു പിടിക്കുകയായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അർജുനൻ ഭക്തിപൂർവം ശിരസ്സു നമിച്ച് ഭഗവാൻ മഹേശ്വരനെ പ്രണമിച്ചു. എന്നിട്ട് അത്യധികം ദുഃഖത്തോടുകൂടി ക്ഷമ യാചിക്കുകയാണ്. അർജുനൻ പശ്ചാത്തപിച്ചുകൊണ്ട് ഭഗവാൻ ശങ്കരന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഭഗവാൻ പ്രസന്നനായി. അദ്ദേഹം അർജുനനെ പലതരത്തിലും ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഹേ പാണ്ഡുപുത്ര, നീ നമ്മുടെ പരമഭക്തനാണ്. അതിനാൽ ചെയ്തു പോയതോർത്ത് നീ ദുഃഖിക്കണ്ട. നിന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് നാം ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. ഇതെല്ലാം ഒരു തമാശയായി കണ്ടു കളയുക. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ മഹേശ്വരൻ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ ശങ്കരൻ അർജുനന് പാശുപതം എന്നു പേരുള്ള സ്വന്തം അസ്ത്രം നൽകുകയാണ്. എന്നിട്ട് ഭഗവാൻ മഹേശ്വരൻ അർജുനനെ അനുഗ്രഹിച്ചു. ഭക്ത അർജുന, നാം നിനക്ക് നൽകിയിരിക്കുന്ന ഈ മഹത്തായ അസ്ത്രം നീ ധരിക്കുക. അതുമൂലം നീ സകല ശത്രുക്കൾക്കും അജയ്യനായിത്തീരും. നിന്റെ സഹായത്തിനായി നാം കൃഷ്ണനെ തന്നെ ചുമതലപ്പെടുത്തുന്നു. എന്തെന്നാൽ ശ്രീകൃഷ്ണൻ എൻ്റെ ആത്മസ്വരൂപനും എൻ്റെ മിത്രവും എൻ്റെ ഭക്തനുമാണ് എന്നുള്ള കാര്യം നീ ഓർക്കുക. പാർത്ഥ, എൻ്റെ അനുഗ്രഹത്താൽ നീ രാജ്യം വീണ്ടെടുക്കും. സ്വന്തം സഹോദരൻ യുധിഷ്ഠിരനുമായി എപ്പോഴും പലതരത്തിലുള്ള ധാർമ്മിക കാര്യങ്ങളിൽ നീ ഏർപ്പെടുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ശങ്കരൻ അർജുനന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ഭഗവാൻ ശങ്കരനിൽ നിന്നും വരദാനവും ദിവ്യാസ്ത്രവും നേടിയ അർജുനൻ വളരെയധികം സന്തുഷ്ടനാകുന്നു. അങ്ങനെ ഈ അനുഗ്രഹങ്ങളെല്ലാം നേടിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുകയാണ്. അർജുനനിൽ നിന്നും സകല കാര്യങ്ങളും ഗ്രഹിച്ച കൃഷ്ണൻ ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ പാർത്ഥ, നാം നേരത്തെ തന്നെ താങ്കളോട് സൂചിപ്പിച്ചിരുന്നില്ലേ, ശങ്കരൻ സകല സങ്കടങ്ങളും ഇല്ലാതാക്കുന്നവനാണ് എന്ന്. ഞാനെന്നും അദ്ദേഹത്തിൻ്റെ സേവകനാണ്. അതിനാൽ നിങ്ങളും അപ്രകാരം ചെയ്യുക. ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് കേട്ടപ്പോൾ പാണ്ഡവന്മാർ ഭഗവാൻ ശ്രീകൃഷ്ണനോടൊപ്പം സകല ലീലകളും നടത്തുന്ന ഭഗവാൻ ശങ്കരൻ്റെ അപദാനങ്ങളെ വാഴ്ത്തി സ്തുതിച്ചു. ഹരേ കൃഷ്ണ. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും തന്നെ ഭഗവാൻ മഹേശ്വരനെയും പ്രാർത്ഥിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷാൽ വൈകുണ്ഠരൂപിയായ ഭഗവാൻ ശ്രീകൃഷ്ണനും ഭഗവാൻ ശ്രീരാമചന്ദ്രനും തികഞ്ഞ ശിവഭക്തരായിരുന്നത്. അവരൊക്കെ തന്നെ മഹാദേവൻ്റെ ഭക്തരായിരുന്നു. നിങ്ങൾക്ക് ഈ ഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പ്രദോഷം വ്രതരീതിയിൽ തന്നെ എടുക്കുക. ഹരേ കൃഷ്ണ.